പാലക്കാടെ തോൽവിക്ക് പിന്നാലെ ബി.ജെ.പി. നേതൃത്വത്തിന് കനത്ത തിരിച്ചടിയായി പന്തളം നഗരസഭ. ഭൂരിപക്ഷമുണ്ടായിട്ടും അവിശ്വാസ പ്രമേയത്തെ പോലും നേരിടാനാകാതെ രാജിവെച്ചതിനെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ആഭ്യന്തര കലഹം രൂക്ഷമായ പന്തളം ബി.ജെ.പിയിൽ നിന്ന് ഇനിയും കൗൺസിലർമാർ പുറത്തേക്ക് എന്ന സൂചനകൾ കൂടി വരുന്നുണ്ട്. സുജു ടി ബാബു ആണ് രാവിലെ ആ വാർത്തയിൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പമുള്ളത്. സുജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അന്ന. സുജു, പാലക്കാട് നഗരസഭയ്ക്ക് പുറമെ ബി.ജെ.പിക്ക് അധികാരമുണ്ടായിരുന്ന ഒരു നഗരസഭയാണ്. പക്ഷെ കഴിഞ്ഞ 4 വർഷമായി ഭിന്നതയോട് ഭിന്നത എന്ന് വേണം നഗരസഭയെ വിശേഷിപ്പിക്കാൻ. അതിൻ്റെ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അവിശ്വാസ പ്രമേയത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നു. അവസാനം അധ്യക്ഷയും ഉപാധ്യക്ഷയും രാജിവെക്കുന്നു. ഇതൊക്കെ സംഭവിച്ചു. ഇന്നാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നത്. ഇനി എന്താണ് നഗരസഭയിൽ സംഭവിക്കാനുള്ളത്? നഗരസഭയിൽ ഇന്ന് ചട്ടപ്രകാരം തന്നെ നോട്ടീസ് നൽകിയിട്ടുള്ളത് കൊണ്ട് ജോയിന്റ് ഡയറക്ടർ ഇന്നലെ രാത്രിയാണ്, ഇന്നലെ 5 മണിക്കാണ് ഈ നഗരസഭാ ചെയർപേഴ്സണും സുശീല സന്തോഷും അതുപോലെ തന്നെ വൈസ് ചെയർപേഴ്സണും രാജിവെക്കുന്നത്. അതിനാൽ തന്നെ ജോയിന്റ് ഡയറക്ടർക്ക് ഈ വിവരം എല്ലാ അംഗങ്ങൾക്കും ഔദ്യോഗികമായി അറിയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ജോയിന്റ് ഡയറക്ടർ പന്തളം നഗരസഭയിലെത്തി നോട്ടീസ് പതിപ്പിക്കും. അവിശ്വാസ പ്രമേയത്തിന്റെ ആവശ്യമില്ല, കാരണം അതിനു മുമ്പ് തന്നെ ഭരണസമിതി ഒഴിഞ്ഞുപോയതിനാൽ അത്തരമൊരു ചർച്ചയുടെ ആവശ്യമില്ല. നോട്ടീസ് പതിപ്പിച്ച ശേഷം അവർ മടങ്ങിപ്പോവുകയാണ്. പന്തളം നഗരസഭയിലെ ഔദ്യോഗികമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ജോയിന്റ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ചെയ്യണം. ഇനിയും ബി.ജെ.പി. ഭരണം നഷ്ടമായ ലക്ഷ്യത്തിലേക്ക് വരുമ്പോൾ ഇത് കേവലം ബി.ജെ.പിയിലെ ആഭ്യന്തര തർക്കമോ ആഭ്യന്തര കലഹത്തിന്റെ ഭാഗമായി മാത്രം ഈ ഭരണനഷ്ടത്തെ കാണാൻ സാധ്യമല്ല. പന്തളം നഗരസഭയിൽ നമുക്കറിയാം, നഗരസഭാ ഭരണം 1 വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ബി.ജെ.പിക്കെതിരായി LDFിന്റെയും കോൺഗ്രസിന്റെയൊക്കെ തന്നെ സമരങ്ങൾ അരങ്ങേറിയിരുന്നു. അത്തരമൊരു സമരത്തിന്, അതായത് കഴിഞ്ഞ ദിവസം LDFിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയായിരിക്കുന്ന ലസിത ടീച്ചർ മാധ്യമങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഈ ഭരണസമിതിക്കെതിരെ ബി.ജെ.പിയുടെ ഭരണസമിതിക്ക് വലിയ ജനരോക്ഷമായിരുന്നു. അഴിമതി ആരോപണം, അതുപോലെ ഭരണത്തിലെ മികവില്ലായ്മ, ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വീഴ്ച. ഇപ്പോൾ കെ വി പ്രഭ ഉദാഹരണമായി, കെ വി പ്രഭയാണ് ബി.ജെ.പിയിൽ നിന്ന് ആദ്യം പുറത്തു വന്ന് ബി.ജെ.പിക്കെതിരെ പ്രസംഗിക്കുകയും ഭരണസമിതിക്കെതിരെ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തത്. കെ വി പ്രഭ ചൂണ്ടിക്കാട്ടിയത് ബഡ്ജറ്റ് പോലും ശരിയാവണ്ണം അവതരിപ്പിക്കാൻ കഴിയാത്ത ഒരു ഭരണസമിതിയാണ് ബി.ജെ.പിയുടെ എന്നാണ് കെ വി പ്രഭ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, പട്ടികജാതി വകുപ്പിന്റെ ഫണ്ട് ലാപ്സാക്കുന്നു, അങ്ങനെ നിരവധി ആരോപണം. കഴിഞ്ഞ ഇപ്പം പന്തളം കൊട്ടാരമായി ബന്ധപ്പെട്ട് അതിന്റെ സമീപത്തെ വികസന പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന വീഴ്ച LDF ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ ആ വീഴ്ചകളും അവരുടെ ഭരണത്തിലെ ഉണ്ടാകുന്ന അഴിമതിയെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ബി.ജെ.പിക്കുള്ളിലെ കലഹത്തിലേക്ക് എത്തുന്നത്. കേവലം സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ മറ്റൊന്നും കാണുന്ന പാർട്ടി ബി.ജെ.പിക്കുള്ളിലെ വിഭാഗീയത മാത്രമല്ല പന്തളം നഗരസഭ ബി.ജെ.പിക്ക് നഷ്ടമാകാൻ കാരണം. അതിൽ പ്രധാനമായി ബി.ജെ.പിയുടെ ഭരണത്തിലെ പിഴവുകളും അധികാരം കിട്ടിയപ്പോൾ അവർ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ കൂടിയാണ്. ഇനി ബി.ജെ.പിക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധമാണ്. പ്രത്യേകിച്ച് നമുക്ക് നിലവിലെ കക്ഷിനില നോക്കുമ്പോൾ ബി.ജെ.പിക്ക് 18 സീറ്റാണ് അവിടെയുള്ളത്. LDFിന് 9ഉം UDFിന് 5ഉം ഒരു സ്വതന്ത്രനും. അതായത് 33 സീറ്റിൽ 18 സീറ്റും ബി.ജെ.പിക്ക് ഉണ്ട്. അതായത് വളരെ ക്ലിയർ മെജോറിറ്റിയുള്ള സ്ഥലമാണ്. അത്തരമൊരു സ്ഥലത്ത് ഒരു അവിശ്വാസ പ്രമേയത്തെ നേരിടാൻ പോലും ധൈര്യം ബി.ജെ.പിക്ക് ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നത് അവരുടെ സംഘടനാപരമായി എത്രത്തോളം ദുർബലമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത് ശ്രീ കൃഷ്ണകുമാർ, പാലക്കാട് ബി.ജെ.പിയുടെ പരാജയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറിന് ചുമതലയുണ്ടായിരുന്ന നഗരസഭ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാർ പരാജയപ്പെട്ടപ്പോൾ പന്തളത്തു നിന്നും പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. കാരണം പാലക്കാട് നഗരസഭ ഭരണവും അതുപോലെ പാലക്കാടിന്റെ ചുമതലയൊക്കെയുള്ള ശ്രീ കൃഷ്ണകുമാർ എത്തുമ്പോൾ അത് പന്തളത്ത് എങ്ങനെ ബാധിക്കുമെന്ന് ആ സമയത്ത് അജിത് കുട്ടിവിള എന്ന് ഗോപാൽ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന പാലക്കാട് കഴിഞ്ഞ് ഇനി പന്തളം എന്നാണ്. അതുപോലെ സന്തോഷ് കുമാർ എന്ന് പറഞ്ഞ മറ്റൊരു ബി.ജെ.പി. പ്രവർത്തകൻ അന്ന് പോസ്റ്റ് ചെയ്ത് ഭാര്യയും ഭർത്താവും കൂടി പാലക്കാട് നശിപ്പിച്ചു, ഒരു കാരനെ പോലെ വന്ന പന്തളം എന്ന് കമന്റ് ചെയ്യുന്നു. അങ്ങനെ ബി.ജെ.പിക്കുള്ളിലെ സംസ്ഥാന തലത്തിലെ തന്നെ ഇത്തരം വിഭാഗീയത
കാര്യങ്ങളും ഒക്കെ തന്നെ അവരെ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത്. ഈ കമന്റ് ഇട്ട ആളുകൾ BJPയുടെ സജീവ പ്രവർത്തകരും ഈ പറഞ്ഞ കൗൺസിലർമാരുടെ ഭർത്താക്കന്മാർ കൂടിയാണ്. BJP നഗരസഭയിലെ പ്രധാനപ്പെട്ട ഭാരവാഹികളുടെ ഭർത്താക്കന്മാർ കൂടിയാണ് ഇത്തരമൊരു ഫേസ്ബുക്ക് കമന്റിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും കെ സുരേന്ദ്രൻ ഉൾപ്പെടുന്ന നേതൃത്വത്തിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ് പന്തളം നഗരസഭയുടെ BJPയുടെ ഭിന്നതയും അതുപോലെ ഭരണം നഷ്ടമായതും. പ്രധാനമായി സംസ്ഥാനത്ത് 2 നഗരസഭകൾ മാത്രമായിരുന്നു BJP ഭരിക്കുന്നത്, ഒന്ന് പാലക്കാടും മറ്റൊന്ന് പന്തളം. തന്നെ BJPക്ക് പന്തളം നഗരസഭയിൽ BJPക്ക് 18 അംഗങ്ങളുണ്ട്, UDFന് 5ഉം LDFന് 9 സീറ്റുമാണ് ഉള്ളത്. എന്നിട്ട് പോലും ഒരു അവിശ്വാസ പ്രമേയത്തിനെ നേരിടാനുള്ള ധൈര്യമില്ലാത്തത് ഒരു സ്വതന്ത്രനുണ്ട്, വിമതരുണ്ട്, UDFും LDFും പിന്തുണയ്ക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവിശ്വാസ പ്രമേയം പാസ്സാകും. KV പ്രഭ 4 തവണ തിരഞ്ഞെടുക്കപ്പെട്ടു വന്നിട്ടുള്ള ആളായിരുന്നു. അവരെ അവഗണിച്ച സുശീല സന്തോഷിനെ കൊണ്ടുവന്നതിന്റെ അമർഷം പ്രവർത്തകർക്കുണ്ട്. സ്വാഭാവികമായിട്ടും അത് പ്രതിഫലിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ കാലത്തെ ഭരണ കാലം പരിശോധിച്ചാൽ. തീർച്ചയായിട്ടും അത് KV പ്രഭയെ സംബന്ധിച്ചോളം സുശീല സന്തോഷിനെ കൊണ്ടത് മാത്രമല്ല ഞാൻ ഈ സൂചിപ്പിച്ച കാര്യങ്ങൾ അതിനകത്ത് ഇവിടെ കണക്ക് വരുമ്പോൾ KV പ്രഭ മാത്രമാണ് പരസ്യമായി BJPക്ക് രംഗത്തെത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 16 അംഗങ്ങളുടെ പിന്തുണയാണ് BJPക്കുള്ളത്. 33-ൽ 16 എന്ന് പറയുമ്പോൾ വിജയിക്കാൻ പറ്റുന്ന ഒരു നമ്പർ തന്നെയാണ്. ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ LDFന് പിന്തുണ നൽകിയാൽ പോലും. പക്ഷേ BJPക്ക് ആ അവിശ്വാസ പ്രമേയത്തെ നേരിടാൻ പറ്റാത്തതിന് കാരണം കൂടുതൽ അംഗങ്ങൾ, നമ്മൾ മനസ്സിലാക്കുന്ന 2-ലധികം അംഗങ്ങൾ ഇപ്പോൾ BJPക്കുള്ളിൽ വിമതരായി നിൽക്കുന്നു എന്നതാണ്. ഇനി അറിയാനുള്ളത് ഇനി തെരഞ്ഞെടുപ്പിലേക്ക് കിടക്കേണ്ടതുണ്ട്. ചെയർപേഴ്സൺ ആരാകും എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയും CPIM അല്ലെങ്കിൽ മത്സരിക്കണോ എന്നോ വേണ്ട തീരുമാനത്തിലേക്കൊക്കെ പാർട്ടിയാണ് CPM ആണ് കടക്കേണ്ടത്. അതുപോലെ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ടോ, അതല്ല BJP മാറ്റി നിർത്താൻ ഏതെങ്കിലും തരത്തിൽ തന്ത്രപരമായ നടപടി സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇത് അവിടെ ഈ KV പ്രഭയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമല്ല BJPയിലെ ചെയർപേഴ്സണുമായി ബന്ധപ്പെട്ട നിരവധി തർക്കങ്ങളും ഒരു വേള നഗരസഭാ ഹാളിൽ പരസ്പരം അശ്ലീല പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് അസഭ്യ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടന്നു. അങ്ങനെ BJPയിലെ ഏറെ നാൾ നീണ്ടുനിന്ന ഒരു പൊട്ടിത്തെറി. BJP പ്രവർത്തകരെ സംബന്ധിച്ചുള്ളവർ പറഞ്ഞ പ്രവർത്തകരെ മാനിക്കാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നാണ്. അതായത് അടിച്ചേൽപ്പിക്കുന്നവരിലേക്ക് പല കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾക്കൊന്നും ചോദ്യം ചെയ്യുവാനോ വിമർശിക്കുവാനോ ഉള്ള ഇടം BJPയിലില്ല. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് 2 കാര്യമാണ് തന്നെ നമുക്ക് പറയേണ്ടത്. ഒന്ന്, BJP ഭരണത്തിനെതിരായ പൊതുവികാരത്തിലേക്ക് BJP കൗൺസിലർമാർ എത്തുന്നു. മറ്റൊന്ന്, BJPയിലെ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു. കെ സുരേന്ദ്രൻ ഉൾപ്പെടുന്ന സംസ്ഥാന നേതൃത്വത്തിനെതിരെയാണ്. സ്വാഭാവികമായും അല്പമണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ നഗരസഭയിലെ ചലനങ്ങൾ അറിയാം, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും, ഇന്ന് ഏതൊക്കെ വിധമായിരിക്കും നഗരസഭ കൈകാര്യം ചെയ്യപ്പെടാൻ പോകുന്നത് എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു.